അതിനു മുമ്പ് ജമ്മു കാശ്മീരിലെ ദോഡ ജില്ലയിൽ ഭീകരർക്കായി തിരച്ചിൽ തുടരുന്നു. 5ഓളം ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നതായി റിപ്പോർട്ട്. വിവരങ്ങളുമായി അനുപ്രിയ ചേരുന്നുണ്ട്. അനുപ്രിയ, ഇപ്പോൾ ഇവിടെ തെരച്ചിൽ നടക്കുന്നു. സംഘർഷം തുടരുന്ന സാഹചര്യമാണോ? ഫിജി, ഇന്നലെ ദോഡ പ്രവിശ്യയിൽ സൈനികരും ഭീകരരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഓഫീസറടക്കം 4 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയായിരുന്നു. കാരണം ഇതിനോടകം ഇത് ഭീകരർ ഈ ജമ്മുവിൽ നടത്തുന്ന 5ാമത്തെ ആക്രമണമായിരുന്നു ഇന്നലെ സംഭവിച്ചത്. ഇതിനു മുൻപേ കത്വയിലെ ആക്രമണത്തിൽ 5 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനോടനുബന്ധിച്ച് ദോഡ പ്രവിശ്യയ്ക്ക് സമീപമുള്ള വനമേഖലയിൽ ഇപ്പോൾ കരസേന ഭീകരർക്കായുള്ള തിരച്ചിൽ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. 5 ഭീകരർ വനമേഖലയിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. മാത്രമല്ല, സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് ഭീകരാക്രമണം ജമ്മുവിൽ വർദ്ധിക്കുന്നുവെന്ന് ഇപ്പോൾ കോൺഗ്രസ് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനോടകം ഭീകരർക്കെതിരെയുള്ള ആക്രമണത്തിൽ 48ഓളം ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 60ഓളം ഭീകരർ ജമ്മു കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവർക്ക് വനമേഖലയിൽ ആക്രമണം നടത്താനുള്ള പ്രത്യേക പരിശീലനവും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കാശ്മീർ താഴ്വരയിലായിരുന്നു ഭീകരപ്രവർത്തനം വർദ്ധിച്ചിരുന്നത്. എന്നാൽ അവിടെ സുരക്ഷാ സേനയുടെ പ്രവർത്തനം ശക്തമാക്കിയതിനെ തുടർന്ന് ഇപ്പോൾ ഭീകരപ്രവർത്തനം ജമ്മുവിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ജമ്മുവിൽ ഭീകരപ്രവർത്തനം വർദ്ധിച്ചിരിക്കുകയാണ്. ജമ്മുവിന്റെ ഒരു ഭൂപ്രദേശം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ വനമേഖലയും മലയോര പ്രദേശവുമാണ് ജമ്മു. അതുകൊണ്ട് തന്നെ ഭീകരർക്ക് ഒളിഞ്ഞിരിക്കാൻ വളരെ എളുപ്പവുമാണ്. ഇവിടെ സൈനികർക്ക് ആക്രമണം നടത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബറിൽ ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ടാണ് ജമ്മുവിൽ ഭീകരപ്രവർത്തനം വർദ്ധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ജമ്മു കാശ്മീരിന്റെ ഭരണം ലഫ്റ്റനന്റ് ഗവർണറിന് കൈമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന് സർക്കാർ വന്നാൽ പോലും ലഫ്റ്റനന്റ് ഗവർണറായിരിക്കും ജമ്മു കാശ്മീരിൽ കൂടുതൽ അധികാരമുണ്ടാവുക. ഏതായാലും ജമ്മുവിൽ ഭീകരപ്രവർത്തനം വർദ്ധിച്ചതിനെ തുടർന്നാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം കൈമാറാനുള്ള നിർദ്ദേശവുമായി കേന്ദ്രം ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഏതായാലും ഭീകരാക്രമണം ഇപ്പോൾ ജമ്മുവിൽ വർദ്ധിച്ചതിനെ തുടർന്ന് കർശനമായ നടപടിയുമായി സർക്കാർ മുന്നോട്ട് തന്നെ പോകണം. പ്രധാനമന്ത്രി കൃത്യമായ അപ്ഡേഷൻസ് എടുത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും വളരെ കനത്ത തിരിച്ചടി തന്നെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഫിജി, ശരി അനുപ്രിയ.